മണിക്കുട്ടി ചേട്ടാ, ചേട്ടാ പോവാണോ? ഞാൻ പോവാ പെങ്ങളെ. എന്നെ വിലയില്ലാത്ത ഒരു സ്ഥലത്ത് കടിച്ചു നീക്കാൻ എനിക്ക് താല്പര്യമില്ല. എന്നോട് ഇത്രയെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ പോകാൻ സമ്മതിക്കൂലേ? എനിക്ക് നിന്നോട് സ്നേഹമാ. കുന്നോളമല്ല, മലയോളമല്ല, കടലോലം, കടലോളം എനിക്ക് എന്നെ ഇഷ്ടമാണ്. എന്നാലും ഒരു നിമിഷം നീ എന്നെ തള്ളി പറഞ്ഞില്ല. ഇതെന്താണ് ഈ പറയണത്? ഹിറ്റ്ലർ സിനിമയിലെ ക്ലൈമാക്സ് നടക്കണം. ചേട്ടാ അതെനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. അതല്ല അതൊന്നും നീ പറയണ്ട, ഞാൻ പോവാ. അല്ല, ഞാൻ കാര്യം പറഞ്ഞുതരാം. ചേട്ടനോട് നില്ല് ആദ്യം. വേണ്ട പെങ്ങളെ. അണ്ണ മണിക്കുട്ടണ്ണൻ പോണയാണ് നല്ലത് കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങള് വീട് കുളം തോണ്ടു. നീ ഒന്ന് മിണ്ടായി. മണി ഏറ്റില്ലല്ലേ? പക്കളഞ്ഞ പറയാൻ സമ്മതിച്ചില്ലല്ലോ. ഓ രക്ഷപ്പെട്ടില്ലേ? പോടാ അവിടുന്ന്. രക്ഷപ്പെട്ടെന്നാ? പിന്നെ അല്ലാതെ അണ്ണ നാട് മുറ്റത്ത് പിന്നെ കിണർ ഒഴിക്കാൻ പിന്നെ എന്ത് ചെയ്യും? പോടാ. ചേട്ടത്തി പറഞ്ഞതിനെ കൊള്ളാം. അണ്ണ പറഞ്ഞേക്കില്ലേ പിന്നെ കുടുംബ കലഹമായ. അതല്ല, നമുക്കേ പോയി വിളിക്കാം. പോയി വിളിക്കാം, എന്നിട്ട് കിണർ കൂടെ കുഴിപ്പിക്കാം. എന്റെ ചേട്ടനാണ്. വിളിക്കാം. കഴിഞ്ഞ് നമുക്ക് വിളിപ്പിക്കാന്ന്. അത് നമുക്ക് വേറെ രീതിയിൽ സോൾവ് ചെയ്യാന്ന്. അങ്ങനെ ഇപ്പൊ പോവല്ലേ? ഇപ്പൊ പോയാ പിന്നെ വഴക്ക് സോൾവ് ആയി വീട്ടിൽ കിണർ കുഴിക്കും. ചേട്ടനെ അനിയത്തി നമ്മള് പണക്കിപ്പിക്കില്ലേ? എന്നാ വേറെ ലെവലിലായി പോ. വാ 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 വാ. നീ പോന്ന്? ഞാൻ കുറെ നേരമായി പോണ. നീ പിന്നെ കെട്ടുമാനോട്ട് എങ്ങോട്ട് പോണത്? അപമാന വാർത്ത തലകുരിച്ച് എനിക്കിവിടെ കൂട്ടിലേറി നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ എൻ്റെ വീട്ടിൽ പോവാ. ഓഹോ, ഒരു കിണർ കുടിക്കാൻ പറ്റാത്തതാണ് അപമാനം. രാമ എല്ലാം എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു കേട്ടാ. എല്ലാം പറഞ്ഞു. അതൊന്നും അല്ല മാമ, യഥാർത്ഥ കാരണങ്ങൾ അതൊന്നും അല്ല. വാസ്തു എന്താണെന്ന് അറിയാമോ? ഈശാന കോൺ എന്താണെന്ന് അറിയാമോ? ഈശാന കോണെന്നൊക്കെ ആർക്കാ മാമ അറിയാവുന്നത്? വാസ്തു വിധി പ്രകാരം ഒരു വസ്തുവിന് 8 ദിക്കുണ്ട്. അതില് 8 ദേവന്മാർ താമസമുണ്ട്. അവരേന് അഷ്ടദീപാലകൻ എന്ന് പറയുന്നു. മനസ്സിലായി. വടക്ക് കുബേരൻ, തെക്ക് യമൻ, കിഴക്ക് സൂര്യഭഗവാൻ, പടിഞ്ഞാറ് വരുണദേവൻ. കണ്ടുപിടിക്ക്. അതുപോലെ തെക്ക് കിഴക്ക് ശിവൻ, വടക്ക് കിഴക്ക് അഗ്നി, തെക്ക് പടിഞ്ഞാറ് വായു, വടക്ക് പടിഞ്ഞാറ് ഋതുക്കൾ. ഇതൊക്കെ എവിടുന്ന് പഠിച്ചു? ഇത് വല്ല നീ കേട്ടിട്ടുണ്ടാ? പിന്നെ നീ എന്തൊരു കണ്ടിട്ട് നീ കിണർ കുടിക്കാറിഞ്ഞത്? അത് പിന്നെ മാമ, ഞാൻ ആ കമ്പം കൊണ്ട് ചെന്നപ്പോഴേ ആ ഭാഗത്ത് വന്നപ്പോഴാ കൈക്കൊരു വൈബ്രേഷൻ വന്നു. വസ്തുവിന്റെ ഈശാന കോണിലാണ് കിണർ കുടിക്കാൻ കേട്ടാ. അല്ല, നിനക്ക് കണ്ണി കണ്ടടുത്തല്ല. അല്ല, പാറവിള വീട്ടിലെ ഉണ്ണിപ്പിള്ള എന്ന് കേട്ടിട്ടുണ്ടാ? അത് മാമനല്ലേ? തന്നെ. ഈ ഉണ്ണിപ്പിള്ള എവിടെ കിണർ കുഴിക്കാൻ പോയിട്ടുണ്ടോ അവിടെ എല്ലാം ഒരു തുള്ളി വെള്ളവും പറ്റിയിട്ടില്ല. ആണോ? അങ്ങനെയാണ് ഞാൻ ആൾക്കാരെ വിട്ട് പണി ചെയ്യിപ്പിക്കുന്നത്, അറിയാം. അപ്പൊ മാമനൊരു കിണറിനെയാണ്. നീ എന്ത് നീ പോണാ? പോണം. കാര്യം പോണാ വീട്ടിനകത്ത്. മണിക്കുട്ടാ, കാര്യങ്ങളൊക്കെ പഠിച്ചാ? ഒരുവിധം. അതെ, നിങ്ങൾ ഈശാന കോൺ കേട്ടിട്ടുണ്ടോ? അന്നെ ഈ കന്നിക്കോണിൽ ജലമർമ്മരം ഒന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. കേട്ടിട്ടില്ലേ? ഇല്ല. അതായത് ഒരു ചെവി പൊത്തി ഒറ്റ അടി അടിക്കുമ്പോ കണ്ണി കൂടെ മുക്കി കൂടെ വെള്ളം വരണതാണ് ആ സംഭവം. ഞാൻ വേണമെങ്കിൽ അച്ഛനെ വിളിക്കാം. അച്ഛാ, മണിക്കൂട്ടൻ ഡൗട്ട്